പാരസിറ്റമോൾ പോയ്സണിങ്. സോ ഒരു പേഷ്യൻ്റ് വരാം കുറേ പാരസിറ്റമോൾ ടാബ്ലറ്റ്സ് എടുത്തിട്ട്, അതായത് ഇപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസിയുള്ള ആൾക്കാർ ഈ ഡെലിബറി സെൽഫമിന് കുറേ പാരസിറ്റമോൾ ടാബ്ലറ്റ്സ് എടുത്തു. അപ്പോൾ ആദ്യം അറിയണം എന്താണ് ടോക്സിക് ഡോസ്. അതായത് ഒരു 3-4 പാരസിറ്റമോൾ കഴിച്ചാൽ അതൊരു ടോക്സിക് ഡോസ് ആവും. ഈ ടോക്സിക് ഡോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒറ്റ തവണയായിട്ട് സിംഗിൾ ഇഞ്ചക്ഷൻ എടുക്കാം. അപ്പം മോർ ദാൻ 200 mg/kg ആണ് പറയുന്നത്. ഒന്നെങ്കിൽ ഒറ്റ സിംഗിൾ ഇഞ്ചക്ഷൻ ഓവർ 24 ഹവേഴ്സിലാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 50 കിലോ ഉള്ള ആൾ ഒരു 10 ഗ്രാം പാരസിറ്റമോൾ കൂടുതലാണെങ്കിൽ ടോക്സിക് ഡോസാണ്. അതായത് ആ 200 × 50 കിലോ ചെയ്താൽ 10 ഗ്രാം ആയിട്ട്. അപ്പോൾ 10 ഗ്രാമിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത് ടോക്സിക് ഡോസാണ്. ഇപ്പോൾ ഈ 10 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ എത്ര വരുന്ന ഏകദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 500 mg ഒരു പാരസിറ്റമോൾ ടാബ്ലറ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 20 ടാബ്ലറ്റ്സ്. അപ്പോൾ 20 ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴാണ് ടോക്സിക് ഡോസിലേക്ക് പോകുന്നത്. പിന്നെ അല്ലെങ്കിൽ ടോക്സിക് ഡോസ് ഓവർ 2 കോൺസിക്യൂട്ടീവ് ഡേയ്സ്, അതായത് ഇന്നും നാളെയും 2 കോൺസിക്യൂട്ടീവ് ഡേയ്സ് ആണെങ്കിൽ അത് മോർ ദാൻ 150 mg/kg വരുന്നത്. എന്ന് പറയുന്നത് 50 കിലോ ഇന്ന് 7.5 ഗ്രാം, നാളെയും 7.5 ഗ്രാം എടുക്കാം. അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതും ടോക്സിക് ഡോസാണ്. ഇനി ഈ പാരസിറ്റമോൾ നമ്മൾ അക്യൂട്ടായിട്ട് കുറേ എടുത്തിട്ട് നമ്മൾ ആ സീറം, അതായത് നമ്മളെ സീറത്തിൽ അത് പീക്ക് ചെയ്യുന്നത്, നമ്മളെ ബ്ലഡിൽ അത് പീക്ക് ചെയ്യുന്നത് ഒരു 4 hour ആഫ്റ്റർ ഇഞ്ചക്ഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, 4 hour ആഫ്റ്റർ ഇഞ്ചക്ഷൻ. ഇനി നമ്മൾ അതിനെ സമയത്ത് അപ്പം ഫുഡ് കഴിക്കുക, ഓപ്പിയോയിഡ്, ആൻറ്റി കോളിനർജിക്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അബ്സോർപ്ഷൻ ഡിലേഡ് ആവും. അപ്പം എന്താണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ടോക്സിസിറ്റി? അതായത് നോർമലി നമ്മളിപ്പോൾ പാരസിറ്റമോൾ ഇപ്പോൾ തെറാപ്യൂട്ടിക് ഡോസാണ് അപ്പോൾ എടുത്ത് നോക്കാം. അപ്പം ഞാൻ തെറാപ്യൂട്ടിക് ഡോസ് എടുത്താൽ ഈ 90% പാരസിറ്റമോളും അത് ലിവറിൽ പോയി മെറ്റബോളൈസ് ചെയ്യും. അത് കോൺജുഗേറ്റ് ചെയ്യുന്നത് സൾഫേറ്റായിട്ടോ ഗ്ലൂക്കറോണൈഡായിട്ടോ കോൺജുഗേറ്റ് ചെയ്ത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. ബാക്കി 10% ഉണ്ടല്ലോ, ഈ 10%ൽ 5% യൂറിനിലൂടെ, അതായത് അൺചേഞ്ച്ഡ് ആയിട്ട് എക്സ്ക്രീറ്റഡ് ആവും. ബാക്കി 5% എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവറിൽ പോയി മെറ്റബോളൈസ് ചെയ്ത് ഹെപ്പാറ്റിക് സൈറ്റോക്രോം P450 അതിലൂടെയാണ് മെറ്റബോളൈസ് ചെയ്യുക. എന്നിട്ട് അത് NAPQI എന്ന് പറയുന്ന കോംപ്ലക്സ് ആയിട്ട് മാറും. അതായത് N-അസിറ്റൈൽ NAPQI എന്ന് പറഞ്ഞാൽ N-അസിറ്റൈൽ P-ബെൻസോ ക്വിനോൺ ഇമീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായിട്ട് മാറും. ആ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഹെപ്പറ്റോടോക്സിക് ആണ്. പക്ഷേ ഞാൻ നോർമലി ഈ ഡോസ് എടുക്കുന്ന സമയത്ത് ഈ NAPQI ഫോം ചെയ്യലോ, അത് നമ്മളെ ഹെപ്പാറ്റിക് ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്. ഈ ഹെപ്പാറ്റിക് ഗ്ലൂട്ടാത്തയോണായിട്ട് ഇത് കോൺജുഗേറ്റ് ചെയ്യും. അങ്ങനെ കോൺജുഗേറ്റ് ചെയ്യുമ്പം ഇത് നോൺ ടോക്സിക് ആയിട്ടുള്ള ഈ സിസ്റ്റീനും മെർസാപ്റ്റൈഡ് കോമ്പൗണ്ടും ഒക്കെ ഉണ്ടായിട്ട് അത് യൂറിനിലൂടെ എക്സ്ക്രീറ്റഡ് ആയിട്ട് പോയിക്കോളും. പക്ഷേ എൻ്റെ അടുത്ത് വന്ന പേഷ്യൻ്റ് ടോക്സിക് ഡോസിലാണ് കഴിച്ചത്. അപ്പം ഈ സൾഫേറ്റ് ഗ്ലൂക്കറോണൈഡ് പാത്വേ ഒക്കെ സാറ്റുറേറ്റഡ് ആയിട്ട് പോയി. അങ്ങനെ സാറ്റുറേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പാരസിറ്റമോൾ കൂടുതലും എവിടേക്ക് വരും? ഈ സൈറ്റോക്രോം P450 എൻസൈം ആ പാത്വേയിലൂടെ വരും. അപ്പോൾ എന്താ സംഭവിക്കുക? കുറേ NAPQI ഉണ്ടാവും. ഇങ്ങനെ കുറേ NAPQI ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്ലൂട്ടാത്തയോണൊക്കെ ഡിപ്ലീറ്റഡ് ആവും, ഡിപ്ലീറ്റഡ് ആവും. അങ്ങനെ ഡിപ്ലീറ്റ് ഈ NAPQI അത് അക്യുമുലേറ്റ് ചെയ്ത് ഹെപ്പറ്റോടോക്സിസിറ്റി ഡെവലപ്പ് ചെയ്യും. ഇനി സ്റ്റേജസ് ഓഫ് പാരസിറ്റമോൾ ഇൻടോക്സിക്കേഷൻ. സോ നമുക്ക് 4 സ്റ്റേജാണ്. സ്റ്റേജ് 1, 2, 3, 4 ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു നമ്മൾ ഇഞ്ചസ്റ്റ് ചെയ്തു. ആദ്യത്തെ ഒരു 24 hour, അതായത് ആദ്യത്തെ ഒരു 30 minutes to 24 hour ആണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. പിന്നത്തെ ആ 1 to 3 days അതാണ് സ്റ്റേജ് 2. സ്റ്റേജ് 3 എന്ന് പറയുന്നത് 3 days to 4 days ആണ്. ബാക്കി 4 to 14 days എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 4 ആണ്. ഇങ്ങനെ 4 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ സ്റ്റേജ് 1 എന്താ സംഭവിക്കുക? ഇപ്പം പാരസിറ്റമോൾ കഴിച്ച ഉടനെ, അതായത് വിത്തിൻ ഫസ്റ്റ് ഡേ പേഷ്യൻറ്റിന് ചെറുതായിട്ടൊരു നോസിയ, വൊമിറ്റിംഗ്, വെയ്ഗായിട്ടുള്ള സിംറ്റംസ്, നോസിയ, വൊമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ ഒക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ ലാബ് ടെസ്റ്റ്, അതായത് LFTക്കൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ലാബ് ടെസ്റ്റ് നോർമലായിരിക്കും, കുഴപ്പമൊന്നുമില്ല. അടുത്തതാണ് സ്റ്റേജ് 2. സ്റ്റേജ് 2 പറയുന്നത് ഇപ്പോൾ പേഷ്യൻറ്റിന് ഈ പാരസിറ്റമോൾ ടോക്സിസിറ്റിയിൽ എന്തൊക്കെ പ്രശ്നം വരാം? ഹെപ്പറ്റോടോക്സിക്കും വരും, നെഫ്രോടോക്സിസിറ്റിയും വരും, ലിവറിനും കിഡ്നിക്കുമാണ് പ്രശ്നം വരാം. അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റ് പെയിൻ ആയിട്ട് പറയും. നമ്മൾ എക്സാമിനേഷൻ നോക്കുന്ന സമയത്ത് ഇയാൾക്ക് ടെൻഡർ ഹെപ്പറ്റോമെഗാലി ഉണ്ടാവും, അതായത് ലിവർ ടെൻഡർ ഇതുണ്ട്, ഹെപ്പറ്റോമെഗാലി ഉണ്ടാവും. പിന്നെ നമ്മൾ LFT ചെയ്തിട്ടുണ്ടെങ്കിൽ ALT AST ലെവലൊക്കെ അല്ലേ, അത് ഇൻക്രീസ്ഡ് ആയിരിക്കും പേഷ്യൻറ്റിന്. പിന്നെ നമ്മൾ PT
INR ഒക്കെ അല്ലേ, PT-INR എലിവേറ്റഡ് ആയിരിക്കും. പിന്നെ കിഡ്നിനെ ബാധിക്കുന്ന മാറും. അപ്പോൾ കിഡ്നിനെ ബാധിക്കുന്ന സമയത്ത് ഒലിഗൂരിയ ഡെവലപ്പ് ചെയ്യും. RFTയിൽ അബ്നോർമാലിറ്റി, അതായത് യൂറിയ ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടിയുണ്ടാവും. ആൻഡ് ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ ചിലപ്പോൾ പാൻക്രിയാസിന് എഫക്റ്റഡ് ആവും. അപ്പോൾ നമ്മളെ സീറം അമൈലേസ് എലിവേറ്റഡ് ആയിരിക്കും സ്റ്റേജ് 2. പിന്നെ 2 ഓർഗൻ സിസ്റ്റം ഇൻവോൾവ് ചെയ്യുന്നതിനോട് ഇതിന് മൾട്ടിപ്പിൾ ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോമൊക്കെ ഡെവലപ്പ് ചെയ്യാം. അടുത്താണ് സ്റ്റേജ് 3. ഈ സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ലിവർ എൻസൈം LFT ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിവർ എൻസൈംസ് ഒക്കെ 10,000 ഭയങ്കര ഹൈ ആയിരിക്കും ഈ സ്റ്റേജിൽ. പിന്നെ കോംപ്ലിക്കേഷൻസ് വരും, അതായത് ഇപ്പോൾ ലിവറിൽ ജോണ്ടിസ് വരും, ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി വരും, അമോണിയയുടെ അളവ് ഭയങ്കരമായിട്ട് കൂടും, ഹൈപ്പർ അമോണീമിയ, ചില ബ്ലീഡിങ് ഡയാത്തസിസ് ഡെവലപ്പ് ചെയ്യും, പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ ഡെവലപ്പ് ചെയ്യും, ലാക്റ്റിക് അസിഡോസിസ് ഡെവലപ്പ് ചെയ്യും. കിഡ്നിയിലാണെങ്കിലോ റീനൽ ഫെയിലിയർ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റേജിലാണ് അധികവും പേഷ്യൻ്റ് മരിക്കുന്നത്. സ്റ്റേജ് 4 എന്ന് പറയുന്നത് റിക്കവറി ഫേസാണ്. റിക്കവറി സംഭവിക്കുന്നത് സ്റ്റേജ് 4ലാണ്. സോ ഇതാണ് സ്റ്റേജസ് ഓഫ് പാരസിറ്റമോൾ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ചോദിക്കും മാനേജ്മെൻറ്റ് എങ്ങനെയാണ്. അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റെബിലൈസ് ചെയ്യാം പേഷ്യൻറ്റിന്, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. അപ്പം വിത്തിൻ 1 hour വരെയാണെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് ലൈവേജ് ചെയ്യാം, ആക്ടിവേറ്റഡ് ചാർക്കോൾ നമുക്ക് കൊടുക്കാം. അപ്പം ഒരു വിത്തിൻ 4 hours വരികയാണെങ്കിൽ നമുക്ക് ആക്ടിവേറ്റഡ് ചാർക്കോൾ കൊടുക്കാം, 1 gram/kg ആയിട്ട് കൊടുക്കാം. ഇതിൻ്റെ ആൻറ്റിഡോട്ട് ആരാണ്? N-acetylcysteine ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെപ്പാറ്റിക് ലിവറിലുള്ള ഗ്ലൂട്ടാത്തയോണിനെ റെപ്ലേനിഷ് ചെയ്യും, അതാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ നമ്മളെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിസ് ഇല്ലേ, അത് സീറം പാരസിറ്റമോൾ ലെവലാണ്. അതായത് എപ്പോഴാണ് നമ്മൾ സാമ്പിൾ സെൻഡ് ചെയ്യേണ്ടതെന്ന് അറിയോ? 4 hour ആഫ്റ്റർ ഇൻജക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ടൈം അറിയില്ലെങ്കിൽ അപ്പം തന്നെ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 4 hour ആഫ്റ്റർ ഇൻജക്ഷൻ. കാരണം ഈ 4 മണിക്കൂറിലാണ് പാരസിറ്റമോൾ പീക്ക് ചെയ്യുന്നത് സീറത്തിൽ. അപ്പോൾ അതാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഒരു നോമോഗ്രാം ഉണ്ട്, റുമാക് മാത്യു നോമോഗ്രാം എന്നാണ് പറയാം. അപ്പോൾ ആ നോമോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ, അതായത് നോമോഗ്രാമിൽ ആ റുമാക് മാത്യു നോമോഗ്രാമിൽ ഒരു ലൈൻ ഉണ്ട്, അതിൽ ട്രീറ്റ്മെൻറ്റ് ലൈൻ ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് ലൈനിൽ മുകളിൽ വരികയാണെങ്കിലാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? N-acetylcysteine ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത്. ഈ റുമാക് മാത്യു നോമോഗ്രാമിലെ അതിൻ്റെ എക്സ് ആക്സിസിൽ എന്തുണ്ടാവും? അതായത് അത് ഹവേഴ്സാണ് പോസ്റ്റ് ഇഞ്ചക്ഷൻ, അതായത് എത്ര ഇഞ്ചക്ഷൻ. മുകളിൽ എന്ന് പറഞ്ഞാൽ പാരസിറ്റമോളിൻ്റെ കോൺസെൻട്രേഷനാണ്. ഇനി എന്തൊക്കെ ലാബ് ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ വിടാൻ പോകുന്നത്? ലാബ് ഇൻവെസ്റ്റിഗേഷൻ വിടാൻ പോകുന്നത് ഒന്ന് LFTക്ക് വിടും, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, PT-INRന് വിടും, RFT വിടും, സിറം ഇലക്ട്രോലൈറ്റ്സ് നോക്കണം, ABG നോക്കണം, ചിലപ്പോൾ ലാക്റ്റിക് അസിഡോസിസ് ഉണ്ടാവില്ലേ, പിന്നെ സീറം അമൈലേസ് നോക്കണം, സീറം ലാക്റ്റേറ്റ് നോക്കണം, ലാക്റ്റേറ്റിൻ്റെ ലെവൽ കൂടാം. അപ്പം ഈ N-acetylcysteine പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓറൽ റെജീമുണ്ട്, IV റെജീമുണ്ട്. അപ്പോൾ ഓറലി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലാണെങ്കിൽ ഓറലി കൊടുക്കുക, പക്ഷേ കോമൺലി നമ്മൾ അധികം IV റെജീം ഇടുക. ഓറൽ റെജീം എന്ന് പറഞ്ഞാൽ അത് 140 mg/kg ആണ്, ഫോളോഡ് 4 hours. അതായത് 140 mg/kg, എന്നിട്ട് 4 hours കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പകുതി 70 mg/kg എവറി 4 hour കൊടുക്കും. അങ്ങനെ ടോട്ടൽ 17 ഡോസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. IV റെജീമാണ് ഏറ്റവും ഇത്. IV റെജീം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ N-acetylcysteine നമ്മൾ 150 mg/kg എടുക്കും. അത് ഈ 200 ml 5% ഡെക്സ്ട്രോസ് ഡൈല്യൂട്ട് ചെയ്യും. അതായത് 200 ml 5% ഡെക്സ്ട്രോസ് ഡൈല്യൂട്ട് ചെയ്യും. എന്നിട്ട് ഓവർ 1 hour കൊടുക്കും. സോ അടുത്തത് 50 mg/kg N-acetylcysteine, അത് നമ്മൾ 500 ml 5% ഡെക്സ്ട്രോസിൽ ഡൈല്യൂട്ട് ചെയ്യും. എന്നിട്ട് IV ആയിട്ട് 4 hours കൊടുക്കും. പിന്നെ അടുത്ത 16 hours നമ്മൾ 100 mg/kg N-acetylcysteine ഒരു 1000 ml 5% ഡെക്സ്ട്രോസിൽ ഡൈല്യൂട്ട് ചെയ്യും. എന്നിട്ട് ഓവർ 16 hours കൊടുക്കും. അപ്പോൾ ഇത് ഓർക്കാൻ ഇങ്ങനെ ഓർത്താൽ മതി, 150 50 100. അതായത് ആദ്യത്തെ ഓവർ 1 hour കൊടുക്കും, രണ്ടാമത്തെ വട്ടം ഓവർ 4 hours, മൂന്നാമത്തെ വട്ടം ഓവർ 16 hours. അപ്പം 150 mg/kg 50 mg/kg 100 mg/kg ഡൈല്യൂട്ട് ചെയ്യുന്നത് 200 ml 5% ഡെക്സ്ട്രോസിൽ, എല്ലാം 5% ഡെക്സ്ട്രോസിലാണ്. അത് 200 ml 500 ml 1000 ml അങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്യുക, IV ആയിട്ട് കൊടുക്കും. എന്നിട്ട് പേഷ്യൻ്റ് ഇപ്പോൾ ക്ലിനിക്കലി വെല്ലായി, അങ്ങനെയാണെങ്കിൽ ആൻഡ് ALT ലെവൽ കുറയാണ്, PT-INR ഇപ്പോൾ <2 ആണെങ്കിൽ നമുക്ക് ഈ N-acetylcysteine ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇപ്പോൾ പേഷ്യൻസ് നമുക്ക് പെർസിസ്റ്റൻ്റ്ലി ഹൈ പാരസിറ്റമോൾ കോൺസെൻട്രേഷൻ കാണിക്കുന്നുണ്ട്, അതായത് >10 mg/L, അല്ലെങ്കിൽ ALTയുടെ ലെവൽ
കൂടിക്കൊണ്ടിരിക്കുക, ഗ്രേറ്റർ ദാൻ 50 ആണ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഒരു 6.25 mg/kg/h. ഈ പാരസിറ്റമോൾ ടോക്സിസിറ്റി ഉള്ള ആൾക്കാർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണോ അല്ലേ എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. കിങ് കോളേജ് ക്രൈറ്റീരിയ എന്നാണ് ആ ക്രൈറ്റീരിയയുടെ പേര്. അപ്പോൾ ഇതിൻ്റെ പേഷ്യൻ്റ് ഒന്നെങ്കിൽ pH അസിഡോസിസ് ആണ്, അതായത് <7.3, ഓർ അതിൻ്റെ പുറം ആർട്ടീരിയൽ നമ്മൾ സീറം ലാക്റ്റേറ്റ് നോക്കി, അതായത് ലാക്റ്റേറ്റിൻ്റെ ലെവലില്ലേ സീറത്തിലുള്ള അത് ഗ്രേറ്റർ ദാൻ 3 mmol/L ആണെങ്കിൽ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻഡിക്കേഷനാണ്. ഓർ എല്ലാം കൂടി ഒരുമിച്ച് ഇതാകണം, അതായത് PTINR ഗ്രേറ്റർ ദാൻ 6, സീറം ക്രിയാറ്റിൻ നോക്കിയാൽ അത് 3.4 മോളാണ് mg/dL, ഗ്രേഡ് 3 ഗ്രേഡ് 4 എൻകഫലോപ്പതി ഉണ്ടാവാം. സോ ഇതാണിത് നമ്മളെ ഈ ക്രൈറ്റീരിയ ലിവർ ട്രാൻസ്പ്ലാന്റ്. ഇത് മൂന്നും ഫിറ്റ് ആവുകയാണെങ്കിലും അത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻഡിക്കേറ്റഡ് ആണ് ഈ പേഷ്യൻസ്.